ഏതേ ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് ഞാനൊന്ന് വെട്ടുകാട് ചർച്ചിൽ വന്നതാട്ടോ. സാധാരണ വെട്ടുകാട് ചർച്ചിൻ്റെ സൈഡ് വഴി കയറി യേശുപ്പച്ചനെ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. കാരണം വേറെ ഒന്നുമല്ല, ഏതൊക്കെ ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് 2:30 മണിക്കാണ്. അവളെ ഡാൻസിന് വിട്ടിട്ടാവും ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഭീകര വെയിലാട്ടോ. കടൽക്കരയിലാണ് നമ്മുടെ വെട്ടുകാട് ചർച്ച് ഉള്ളത്. അപ്പോൾ ഈ 2:30 മണിക്കൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ സൈഡ് വഴി ഞാനങ്ങ് കയറി യേശുപ്പച്ചനെ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇന്ന് നമ്മുടെ എല്ലായിടത്തും മഴയല്ലേ, അപ്പോൾ മഴക്കാർ കൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് കൊതിയായി ബീച്ചിൻ്റെ സൈഡിലേക്കൊന്ന് വരണമെന്ന്. എന്താ പറയുക, ബീച്ച് കടലൊക്കെ ആകെ കൂടി രൂക്ഷാകുലരായിട്ട് നിൽക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ തിര വരികയും കരയില്ല, കരയെല്ലാം ഫുൾ കടൽ കയറിയിരിക്കുകയാണ്. അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്, കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടം വരെയും തിര വന്നടിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഒരു മോശം കണ്ടീഷനിൽ നിൽക്കുകയാണ്. അത് ഈ മഴ വരുമ്പോഴൊക്കെയും കടൽ പരിസരത്ത് ഇതൊക്കെയാണല്ലോ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്, എങ്കിലും മൂടിക്കെട്ടി നിൽപ്പുണ്ട്. എങ്കിലും അത്യാവശ്യം ആൾക്കാരും കടക്കാരും ഒക്കെ ഇന്നിപ്പോൾ സജീവമായിട്ട് നിൽപ്പുണ്ട്. മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കുന്ന കാര്യം പോലും ഓർക്കണ്ട, അതുപോലെ നല്ല കാറ്റുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ കരയിൽ ഇങ്ങനെ വന്ന് നിന്ന് ആ കാറ്റും കൊണ്ട്, വെയിലില്ലാത്തത് കൊണ്ട് നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് എവിടെ നിന്നൊക്കെയോ വന്നതുപോലെ തോന്നി കേട്ടോ. എന്തായാലും കുറച്ച് സമയം അവിടെ നിന്ന് കടൽ കാറ്റും ഒക്കെ കൊണ്ട ശേഷം ഞാൻ നേരെ വെട്ടുകാട് ചർച്ചിനുള്ളിലേക്ക് കയറി. അവിടെയും കുറച്ച് സമയമായിരുന്നു. ഈ കടൽക്കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ടും കടലിൻ്റെ ഈ തിരമാലകൾ വരുന്ന ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് ആ പള്ളിക്കകത്തിരിക്കുമ്പോഴും ഒരു പ്രത്യേക ഫീലാട്ടോ. ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. എത്ര സമയം നമുക്കവിടെ ഇരിക്കാൻ തോന്നുമെന്ന് അറിയോ? തിരിച്ചവിടെ നിന്ന് വരാനേ തോന്നത്തില്ല. കുറേ സമയം ഇങ്ങനെ ഭയങ്കര കാമായിട്ട് അങ്ങനെ ഇരിക്കാൻ, നമുക്കിപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്നും ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെട്ടുകാട് ചർച്ചിലൊക്കെ വന്നിരിക്കുമ്പോൾ, ഞാൻ സത്യം പറയാമല്ലോ, വേറൊരു ചർച്ചിലും ഞാനങ്ങനെ പോയിട്ടില്ല. വെട്ടുകാട് ചർച്ച് മാത്രമേ എനിക്കധികം അറിയാവൂ. അപ്പോൾ നമ്മൾ പിന്നെ വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയെങ്കിലും ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമോ, എപ്പോഴും വരുന്നു, അത് അറിയത്തില്ല. കൂടുതലൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷേ ഇവിടെ വന്ന് നമുക്ക് എത്ര സമയം വേണോ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് കാമായിട്ടൊക്കെ ഇരിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം. എത്ര സമയം വേണോ ഇരിക്കാം. ആരും വന്നിട്ട് ഇറങ്ങി പോകുമെന്ന് പറയുകയെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു വിഷമം വരികയാണെങ്കിൽ, ഇപ്പം മനുഷ്യരല്ലേ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് കുറച്ച് സമയം യേശുപ്പച്ചനോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ വേണ്ട വെറുതെ വന്ന് ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ വേണ്ട ഉച്ച സമയത്തൊന്നും വന്ന് ഈ ബീച്ചിൻ്റെ സൈഡിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അല്ല വൈകുന്നേരമൊക്കെ വന്നാൽ, ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് കുറച്ച് സമയം കൂടി നിൽക്കാനുള്ളൊരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മൾ വൈകുന്നേരം സമയമൊക്കെ വരുമ്പോൾ ഈ ബീച്ച് സൈഡൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഭയങ്കര ക്രൗഡായിരിക്കും. നമുക്കങ്ങനെ കുറച്ച് സമയം അങ്ങനെ റിലാക്സ് ചെയ്ത് കടലിനെയൊക്കെ കണ്ട് നിൽക്കാനുള്ളൊരു ഫീൽ കിട്ടില്ല, ആ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ നല്ലൊരു ആരും ഇല്ലാത്തത് കൊണ്ട് അധികമല്ല, വലിയ ആൾക്കാരൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുറേ സമയം അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും വേറെ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ കടൽക്കാറ്റും കടലിൻ്റെ ആ ഒരു തിരമാലയുടെ ശബ്ദമൊക്കെ മാത്രം കേട്ടിരിക്കുമ്പോൾ വേറൊരു ഫീൽ കേട്ടോ. ഫീലിങ്സിൻ്റെ കാര്യം ഞാനിതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമല്ലേ പറയണത്. അത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴും ആ ഫീൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എനിക്കിങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നുന്നുണ്ട്. ഞാനൊരു ഗായിക അല്ലെങ്കിൽ പോലും ആരും കേൾക്കാണ്ട് ഞാൻ പാടും. കേൾക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ, അമ്മ, ചീമ, ഏട്ടൻ, വേദ, ഇത്രയും പേരായിരിക്കും എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടാവുക. വേറെ ആരും എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. അതിഗംഭീരമായിട്ട് ഞാൻ പാടുമെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്കത് മാത്രം എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടി കേട്ടോ, പാട്ട്. എന്താണെന്നറിയില്ല കേട്ടോ, ഒരു മൂളിപ്പാട്ട് മൂളാൻ പോലും എനിക്ക് അറിയാം. പക്ഷേ ഞാൻ മൂളുമ്പോൾ പാടുന്ന പാട്ട് ഏതാണെന്നൊരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ടായിരിക്കില്ല പുറത്ത് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ മൂളുകയാണോ പാടുകയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും കേട്ടോ. അതാണ് എൻ്റെ മൂളിപ്പാട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മൂളിപ്പാട്ടും അല്ല, ഏത് പാടിയാലും പാടുകയാണോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് പാട്ടിൽ ഞാൻ കേമി അല്ല. പിന്നെ ഡാൻസ് ചെയ്യും, അത്യാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ ഭയങ്കര ഡാൻസറൊന്നുമല്ല. പഠിച്ചിട്ടുണ്ട്, ഒരു 7th 8th വരെയൊക്കെ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാത്തിനും മടി കേട്ടോ.
മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, വയലിൻ പഠിച്ചിട്ടുണ്ട്, എല്ലാത്തിലും കൈ തൊടാത്ത മേഖലകളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിലൊന്നിലും ഞാൻ ശോഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഡാൻസും അത്യാവശ്യ ഘട്ടങ്ങളിൽ കളിക്കുമെന്നല്ലാണ്ട് എനിക്ക് ഡാൻസിനോട് അധികം ക്രേസ് ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ റീൽസുകളൊന്നും നിങ്ങൾ ഡാൻസ് ഒന്നും കാണാത്തത്. അധികം ക്രേസ് ഇല്ല ഡാൻസിനോട്. കളിക്കുമെന്നല്ലാണ്ട് വലിയ താല്പര്യമില്ല എനിക്കതിനോടൊന്നും ഇതിനോടൊന്നും. വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, നെറ്റ്ഫ്ലിക്സ് കാണുക, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ യാത്ര ചെയ്യുക, ഫുഡ് കഴിക്കുക, ഇത്ര മാത്രമാണ് എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് പറയുന്നത്. വേറൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും വെട്ടുകാട് പോയി, കടൽ കണ്ടു, കടൽക്കാറ്റ് ആസ്വദിച്ചു, വെട്ടുകാടപ്പച്ചനെ കണ്ടു. എന്നിട്ട് നേരെ തിരിച്ച് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടാണ് ഞാൻ വന്നത്. അവളെ വിളിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും എനിക്ക് ഇന്നലെ മുതൽ തൊണ്ടയിൽ ഒരു കിച്ച് തൊണ്ടവേദനയായിട്ടൊന്നുമില്ല, ഒരു ചെറിയ കിച്ച്. അത് ഇനി തൊണ്ടവേദനയ്ക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ചായ വാങ്ങി കുടിച്ചേക്കാമെന്ന് കരുതി. ഒരു കാശിന് കൊള്ളില്ല കേട്ടോ ചായ. സ്ട്രോങ് ചായയാണ് ഞാൻ എപ്പോഴും കുടിക്കാറ്. ഇനി അധികം സ്ട്രോങ് ആയാലോ എന്ന് കരുതി ഞാൻ ഒരു മീഡിയം ചായ പറഞ്ഞു കേട്ടോ. കടുപ്പമെന്ന് പറഞ്ഞ സാധനമില്ല, എനിക്ക് ഒട്ടുമേ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ആ തൊണ്ടയ്ക്കൊരു സുഖം ആ ചായ കുടിച്ചപ്പോൾ, അതുകൊണ്ട് ഞാൻ പിന്നെ ആ ചായ കുടിച്ചു. നമുക്ക് മഴയായാലും വെയിലായാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള അഹങ്കാരത്തിൽ ഇന്നലെ ഞാനൊരു ഐസ്ക്രീം വാങ്ങി പെരുമഴയത്ത് കുടിച്ചായിരുന്നു കേട്ടോ, കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ പണിയാണെന്ന് തോന്നുന്നു. ഈ മഴയൊക്കെ വന്നാലേ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആട്ടോ. മഴ വെള്ളം വീണാൽ പ്രശ്നമില്ല, മഴയത്ത് ഞാൻ ഐസ്ക്രീം കഴിക്കും എന്നൊക്കെ ഉള്ളൊരു അഹങ്കാരമുണ്ട് കേട്ടോ. ഇപ്പോൾ അഹങ്കാരം തീർക്കാനാണെന്ന് തോന്നുന്നു ഇന്നലെ ഐസ്ക്രീം കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു തൊണ്ടവേദന. പിന്നെ കുറച്ച് മഴവെള്ളം നനഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മഴവെള്ളം നനഞ്ഞു എന്ന് പറഞ്ഞ് പ്രശ്നമില്ല എന്നൊക്കെ ഉള്ള അഹങ്കാരമില്ലേ, അതൊക്കെ കൊണ്ടാവാൻ ചെറിയൊരു ത്രോട്ട് പെയിൻ. പക്ഷേ ശരി കേട്ടോ, എനിക്കും വേദയ്ക്കൊന്നും അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. കുറച്ച് ഭീകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ പനിയായാലും ജലദോഷമായാലും ചുമയായാലും കുറച്ച് കടുത്ത സാധനമാണെങ്കിലേ നമുക്ക് വരത്തുള്ളൂ. അല്ലാതെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ അയൽപക്കത്തൂടെ പോയാൽ അതങ്ങ് ചെറുത്ത് നിൽക്കും. പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. മഴയുടെ ആ ഒരു കാർമേഘം കണ്ടാൽ മതി അമ്മയ്ക്ക് അന്ന് തുടങ്ങും ജലദോഷവും പനിയും തലവേദനയും. അമ്മയ്ക്കില്ലാത്ത അസുഖങ്ങളൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്ക് മഴക്കാറ് കാണാൻ പാടില്ല, മഴവെള്ളം വീഴാൻ പാടില്ല. തണുത്തതൊക്കെ കഴിക്കും, പക്ഷേ ഈ മഴ സമയത്തൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആ ഒരു പ്രശ്നം എനിക്കും വേദയ്ക്കൊന്നും ഇല്ല എന്നുള്ള അഹങ്കാരം ആണ്. പക്ഷെ ചില സമയങ്ങളിൽ ആ അഹങ്കാരം നമുക്ക് പണി തരും കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് പണി തന്നു എന്നൊരു സംശയം. ദൈവമേ, ശബ്ദം പോവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും വോയിസ് ഓവർ ചെയ്യുമല്ലേ, വേദ ചെയ്യും അല്ലേ. എന്തായാലും ഇന്ന് ട്രിവാൻഡ്രത്ത് രാവിലെ കുറച്ച് സമയം മഴ പെയ്തിട്ടേ ഉള്ളൂ. പിന്നെ മഴയൊന്നുമില്ല, കാർമേഘമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് സമയം ശക്കലം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേദ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വീണ്ടും തൊണ്ടയിൽ കിച്ച്. ആ തൊണ്ടയിലുള്ള കിച്ച് പോയിട്ടില്ല, അതങ്ങനെ തന്നെ സ്റ്റിൽ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ബൂസ്റ്റർ ചായ അവിടെ നിന്നൊരു വേദയ്ക്കൊരു ബൂസ്റ്റർ ചായയും ഞാനൊരു ബദാം ടീയും കഴിക്കാമെന്ന് കരുതി. പിന്നെ ഒപ്പം അവിടെ നിന്ന് ഒരു മിൽക്ക് കേക്ക്. അവിടുത്തെ മിൽക്ക് കേക്ക് നമ്മുടെ വെട്ട് കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. എനിക്കിഷ്ടമാണ്, അങ്ങനെ വേദയ്ക്കും ഇഷ്ടമാണ്. വേദയ്ക്ക് ഞാനും കൂടി വാങ്ങി. അപ്പോൾ വേദയ്ക്ക് അയാളെടുത്ത് തന്നത് കുറച്ച് വലിയ സൈസ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഞാനും വേദയും കൂടി ഓരോ മിൽക്ക് കേക്കും കഴിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും എൻ്റെ ബദാം ടീ റെഡിയായെന്ന് പറഞ്ഞു. ഞാൻ ബദാം ടീ എടുത്ത് തൊട്ടടുത്ത് പോയിരുന്നപ്പോഴേക്കും വേദയുടെ ബൂസ്റ്റർ ടീയും റെഡിയായെന്ന് പറഞ്ഞു. അപ്പോൾ തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, അപ്പോഴും ഞാൻ നമ്മുടെ സാധാ കുടിക്കുന്ന വെള്ളമില്ലേ, അത് ചൂടുവെള്ളമൊന്നും കുടിക്കാറില്ല, തണുത്ത വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. പക്ഷേ ചായയൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഈ ചുമ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ചായ കോഫിയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ 2-3 ചായ ഒക്കെ കുടിച്ചായിരുന്നു. ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു. ഇപ്പോൾ വേദയെ വിട്ടിട്ട് തന്നെ രണ്ടാമത്തെ ചായ കേട്ടോ. ഇവിടുത്തെ ബദാം ടീ സൂപ്പറായിരുന്നു, എനിക്കിവിടുത്തെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നേരത്തെ അവിടെ നിന്ന് കുടിച്ചത് ശോകമായിരുന്നു കേട്ടോ. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഒരു പാലിൻ്റെ ടേസ്റ്റും, എനിക്ക് കടുപ്പമില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര മധുരം ഇഷ്ടപ്പെടുന്ന എനിക്കേ ഭയങ്കര മധുരമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു തമിഴ് ചേട്ടൻ്റെ കടയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ മലയാളത്തിൽ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടുകൊണ്ടാണ് അതിലേക്ക് കയറിയത്. എനിക്ക് തമിഴ് അവരുടെ ഈ ചായക്കടകൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അവരുടെ സ്നാക്സൊക്കെ ഭയങ്കര ഒരു വൃത്തികെട്ട ടേസ്റ്റാണ്. ആ ഓയിലിട്ട് തന്നെ വീണ്ടും ഫ്രൈ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ കയറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മലയാളത്തിലെ ബോർഡ് കണ്ടിട്ട് കയറിയതാണ്. പക്ഷെ അപ്പോൾ എനിക്ക് പണി കിട്ടി കേട്ടോ. അത് മലയാളി ഇല്ലായിരുന്നു, ചായയും കൊള്ളത്തില്ലായിരുന്നു. എന്തായാലും നമ്മുടെ ബൂസ്റ്റർ ടീ കൊള്ളാം. ഇത് നമ്മൾ മലയാളികളല്ല നടത്തുന്നത്, നോർത്ത് ഇന്ത്യൻസാണ്. എങ്കിലും തമിഴ് ചേട്ടന്മാരുടെ ചായയെക്കാട്ടി ബെറ്ററാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടോ, തമിഴ് ചേട്ടന്മാരെല്ലാവരും മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ മോശം ഉണ്ടാവും. നമ്മൾ ഈ തമിഴ് ചേട്ടന്മാരുടെ അല്ലേ പ്യോർ വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ കയറുന്ന എന്ത് നല്ല കോഫി, എന്ത് നല്ല ഗീ റോസ്റ്റൊക്കെ കിട്ടുന്നത് അല്ലേ. തമിഴ്നാട്ടിലൊക്കെ പോയാൽ പ്യോർ വെജ് ഹോട്ടൽസിലൊക്കെ കയറി എന്ത് ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവരും അങ്ങ് തള്ളി പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും മലയാളികളായാലും
മോശം പേരും കുറച്ച് പേരുണ്ടാവും, നല്ല പേരും കുറച്ചുണ്ടാവും അല്ലേ. എല്ലാവരും ഇപ്പം നല്ലതാവണമെന്നില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് നേരെ എവിടെ പോവാണ്? യെസ്, എനിക്കൊരു കൊറിയർ വന്ന് കിടപ്പുണ്ട് DTDCയിൽ. അത് ഇന്ന് അവരെന്നെ കൊറിയർ ചെയ്യില്ല, മൺഡേ ആണെങ്കിൽ ഇനി ചെയ്യത്തുള്ളൂ. എന്ത് സാധനമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വന്ന് വാങ്ങണം, അല്ലെങ്കിൽ മൺഡേ കൊറിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഇന്ന് വന്ന് വാങ്ങാം. എന്താണ് സാധനം എന്നുള്ളൊരു ആകാംക്ഷ കേട്ടോ. അതുകൊണ്ട് നേരെ പേയാട് DTDCയിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു പ്രോഡക്റ്റ് എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണേ. എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രോഡക്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് കൊളാബ് വന്നതാണ്. കാരണം അല്ലാത്തതെല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നേരെ കറക്റ്റ് വീട്ടിലെത്തും. ഈ DTDC വഴി വരുന്നത് കൊറിയർ കൊളാബ് വരുന്നതായിരിക്കും. അവർക്ക് നമുക്ക് സ്ഥലത്തെത്തിക്കാൻ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാട്ടോ. ഞാൻ അധികം വീഡിയോ എടുത്തില്ല, ഇനി വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. പക്ഷേ അവർ നല്ലതായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഖേദിക്കുന്നു ഞാൻ അവരുടെ വീഡിയോസ് എടുക്കാത്തതിൽ. കാരണം അവരത്രയും കൂളായിട്ട് സംസാരിച്ചല്ലോ. ഇതിപ്പോൾ വേദ കേട്ടോ വീഡിയോ എടുത്തത്. എന്തായാലും ആ ഒരു കൊറിയറും വാങ്ങിയിട്ട് നേരെ ഞാനൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോയി. കഴിഞ്ഞ ദിവസം പാർലറിൽ പോയി ത്രെഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. ഇന്നിപ്പോൾ ആ ദിവസം തന്നെ കേട്ടോ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വന്നപ്പോൾ ആൻറ്റി ഉണ്ട്, പിന്നെ ഞാൻ അവിടെ നിന്ന് ത്രെഡ് ചെയ്തു. എനിക്ക് എവിടെ പോയാലും ഇവിടെ വന്ന് ത്രെഡ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ പേയാട് മാർക്കറ്റിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറുള്ള ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലറാണ്. എനിക്ക് ഓൾറെഡി എൻ്റെ പുരികം രണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. എങ്കിലും ഈ ആൻറ്റി ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഓക്കെയാണ്. ഞാൻ ഇവിടെ വന്ന് മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആൻറ്റി ഇല്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ഒരു പുരിക കയറി ഒരു പുരിക ഇറങ്ങിയൊക്കെ ഇരുന്നാലേ എന്ത് വിഷമാവുമെന്നറിയോ. വേദയ്ക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം, വേദയ്ക്ക് ത്രെഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലടാ, ഭയങ്കര വേദനയാണ്, ത്രെഡിങ്ങൊന്നും ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ നിർത്തിയേക്കുക. ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആട്ടോ വേദ. ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, മാസ്ക് ഇടണം, ഫേസ് മാസ്ക് ഇടണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. ഇതൊക്കെ തൊട്ട് പോയാൽ പിന്നെ ഇതൊന്നും കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ആകെ കുളവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഇപ്പം നീ തൽക്കാലം ചെയ്യണ്ട, അതിനുള്ള സമയമാകുമ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോയി. മഴയില്ലാത്തത് കൊണ്ടൊരു കുഞ്ഞ് ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ന് 2 വീലറിലാണ് കേട്ടോ പോയത്. 2 വീലറിൽ പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഴയില്ലാത്തത് കൊണ്ട് വേദയുടെ ഡാൻസ് ക്ലാസ്സിലും എനിക്ക് വെട്ടുകാടും ത്രെഡിങ്ങും ഒരുപാട് കാര്യങ്ങൾ നടന്നു. നമ്മൾ കാറും എടുത്തിട്ടാണ് വരുന്നതെന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സ്കൂട്ടറാകുമ്പോൾ എല്ലാ കാര്യം നടക്കും. മഴയാണെങ്കിൽ ഞാൻ ഇന്ന് സ്കൂട്ടറിലേ പോകുള്ളായിരുന്നു കേട്ടോ, കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോകാൻ. മഴ എങ്ങനെയും ഞാൻ സഹിക്കും, എനിക്ക് വെയിലാണ് പറ്റാത്തത്. എന്തായാലും നമ്മൾ ത്രെഡിങ് എല്ലാം കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷമായി, സമാധാനമായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എന്ത് ചെയ്യുക, ടാറ്റാ ബൈ.